കുറേ ഫ്രണ്ട്സ് എൻ്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അതെൻ്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. സോ തുക്കുടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കുടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും കടൽമാച്ചാനുമായി ബന്ധപ്പെട്ട് ഇപ്പൊ നടക്കുന്ന ഇഷ്യൂ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലെ. അതായത് കടൽമാച്ചിന് സ്വയംഭോഗം ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ലിപ്പ് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. സോ ഈ ഇഷ്യൂവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇങ്ങനെ നോക്കിയ സമയത്ത് പലർക്കും ഇതിനെ കുറിച്ച് ഒരു ക്ലിയർ പിക്ചർ കിട്ടിയില്ലെന്ന് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. മിറർ കേരള എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ക്ലിപ്പ് ആദ്യമായി പ്രചരിപ്പിക്കപ്പെട്ടതെന്നാണ് പറയപ്പെടുന്നത്. സോ ആദ്യമായി നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടോക്കാം. ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ വന്നിരിക്കുക, നോർത്തിലാണുള്ളത്. കണ്ടില്ല, ഞാൻ ലൗകിക ജീവിതമൊക്കെ ഉപേക്ഷിച്ചിട്ട് ആത്മീയമായിട്ടുള്ള ഒരു പാതയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ എനിക്ക് വല്ലാത്തൊരു ആഗ്രഹം കുറച്ച് കുലുക്കി സർബത്ത് കുടിക്കണം. അങ്ങനെ കുലുക്കി സർബത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കുമ്പോൾ ഇവിടെ കിട്ടായിരിക്കും, പക്ഷെ എനിക്കറിയില്ല റെയിൽവേ സ്റ്റേഷനിലൊന്നും എന്തായാലും കിട്ടാനില്ല. അങ്ങനെ ഞാനിങ്ങനെ കുലുക്കി സർബത്ത് എവിടെ നിന്ന് കിട്ടുന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ച് ഇങ്ങനെ അത് എവിടെ നിന്ന് കിട്ടുന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്ത് എനിക്കൊരു വീഡിയോ അയച്ചത്. അപ്പോൾ ആ വീഡിയോ കണ്ടതോട് കൂടിയിട്ട് എനിക്ക് കുലുക്കി സർബത്ത് കുടിക്കാനുള്ള എന്റെ ഒരു ആഗ്രഹം അതോട് കൂടിയിട്ട് ഇല്ലാണ്ടായി. സത്യം പറയാം, കുലുക്കി സർബത്തിനോട് എന്റെ പുറത്ത്. അപ്പൊ ആ ഒരു വീഡിയോ ഞാൻ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ കുറച്ച് കവർ ചെയ്യും കേട്ടോ, കാരണം അത് അങ്ങനെ കാണിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് കടൽമാച്ചാൻ സ്വയംഭോഗം ചെയ്യുന്ന പറയപ്പെടുന്ന ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. തൽക്കാലം ഞാനിത് ഇവിടെ പ്ലേ ചെയ്യുന്നില്ല, കാരണം സെക്ഷൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും കാണിക്കരുത് എന്ന് യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ ഉണ്ട്. എന്തായാലും തീർത്തും അയാൾ സ്വകാര്യമായിട്ടാണ് മാസ്റ്റർബേറ്റ് ചെയ്യുന്നത്. ഏതൊരു റൂമിൽ ഫോൺ കുത്തിച്ചാരി വെച്ച് സ്വയം ചിത്രീകരിച്ചൊരു വീഡിയോ ആണ്. മേ ബി ആർക്കെങ്കിലും അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തതാകാം. അങ്ങനെ അയച്ചു കൊടുത്തപ്പോൾ ലീക്ക് ആയതാവാം, അതല്ലെങ്കിൽ ആരെങ്കിലും ഫോൺ ഹാക്ക് ചെയ്തതാവാം. എന്തായാലും നമ്മുടെ നേരത്തെ പറഞ്ഞ മിറർ കേരള എന്ന് പറഞ്ഞ ചാനലിൽ കടൽ മച്ചാൻ എന്ന പേര് എടുത്ത് പറയുന്നില്ലെങ്കിലും അതിലേക്ക് സൂചിപ്പിക്കുന്ന ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. അത് നമുക്ക് കേട്ടോക്കാം. ഈ ഒരു വീഡിയോ ആരാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഇനിയിപ്പോ പറഞ്ഞ പോലെ ചിലപ്പോ ചില ആളുകൾ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ ഇത് ഞാനല്ല എന്റെ മോർഫ് ചെയ്താണെന്നൊക്കെ പറഞ്ഞു വരുമായിരിക്കും. ആ പ്രമുഖരോട് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വല്ലാത്ത കുലിക്കലായി പോയി എന്റെ കടൽ കുതിരന്റെ പോലുള്ള ഒരു സംഭവമായി പോയി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ വീഡിയോയിലുള്ള ഒരു മച്ചാനോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ മച്ചാൻ കുറച്ചും കൂടെ സ്ട്രോങ് ആവും. മച്ചാന് കുറച്ചും കൂടെ ഒന്ന് വളർച്ച പ്രാപിക്കാണ്ട് ഒരു ആത്മീയമായിട്ടുള്ള രീതിയിലൊക്കെ ഒരു വളർച്ചയിലേക്ക് മച്ചാൻ എത്താനുണ്ട്. ഓക്കെ, ആദ്യം കടൽ കുതിര എന്ന് പറഞ്ഞു, പിന്നെ മച്ചാൻ എന്ന് പറഞ്ഞു, പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ആ വീഡിയോയിൽ ഫേസ് ബ്ലറാക്കാതെ കാണിച്ചു. സോ ആ വീഡിയോയിലുള്ളത് കടൽ മച്ചാനാണെന്നുള്ളത് എല്ലാവരും ഉറപ്പിച്ച്. സംഗതി എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ചെങ്ങായാണ് ഈ കടൽ മച്ചാൻ. ഫേക്ക് മച്ചാൻ എന്ന് തന്നെയാണ് ചെങ്ങായി അറിയപ്പെടുന്നത് തന്നെ. ഇവൻ എങ്ങനെയാണ് ഇത്ര വലിയ ആളായതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇതുവരെ കടലിൽ പോകാത്തവൻ എങ്ങനെ കടൽ മച്ചാനായി എന്നുള്ള കഥ എല്ലാവർക്കും അറിയുന്നുണ്ടാകും. ഇവന് വ്ളോഗൊക്കെ ഫുൾ ഉടായിപ്പായിരുന്നു. കടലിൽ മീൻ പിടിക്കാൻ പോയി കുടുംബം നോക്കുന്ന വിദ്യാർത്ഥി എന്ന നിലയിൽ ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റിയാണ് ഇവൻ വളർന്നുകൊണ്ടിരുന്നത്. ആ രീതിയിലാണ് അവൻ ക്ലിക്ക് ആവുന്നത്. അങ്ങനെ വളർന്ന അത്യാവശ്യം നിലയിലെത്തിയപ്പോൾ ഇവന്റെ സ്വഭാവം മാറി. ഇവനെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബേഴ്സിനോടെല്ലാം പുച്ഛമായി, പുല്ല് വിലയായി. കാണാൻ വരുന്നവരൊക്കെ തെറി മറിഞ്ഞ് ആട്ടി വിടാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ഇവന്റെ ഉടായ്പ മുഖം അഴിഞ്ഞു വീണെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇവന്റെ നാട്ടിൽ പോയി കടൽ മച്ചാൻ എന്നുള്ള പേര് പറഞ്ഞാണെങ്കിൽ ഇവരെ നാട്ടുകാർ ആട്ടി ഓടിക്കും എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അത്രക്കൊണ്ടേ കയ്യിലിരിപ്പ്. പിന്നെ ഈ അടുത്ത ഒലിവിയ ഡിസൈൻസുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദം എല്ലാവരും ഓർക്കുന്നുണ്ടാവല്ലോ. ഇവൻ ഒലിവിയയ്ക്ക് വേണ്ടി സൂരജ് പാലക്കാരനോട് സംസാരിച്ചതും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതൊക്കെ ഭയങ്കര വൈറലായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് ഈ വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സംഗതി കടൽ മച്ചാൻ ഉടായ്പാണ്. ഇവനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകും, അതെല്ലാം ഓക്കെ. പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഈ ക്ലിപ്പ് പ്രചരിപ്പിച്ചവന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അവന്റെ സ്വഭാവം അങ്ങനെ ആവുന്നതും ആവട്ടെ, അതിനു മുമ്പ് നമ്മൾ നല്ല രീതിയിൽ പൊളിച്ചടക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരാളെ കരിവാരി തേക്കാൻ ഇങ്ങനത്തെ വീഡിയോ പ്രചരിപ്പിക്കുന്നതിനോട് എനിക്കൊട്ടും യോജിക്കാൻ കഴിയില്ല. എന്തായാലും ഈ വീഡിയോ കയറി വൈറലായതോടെ കടൽ മച്ചാൻ എയർലായി, അത് പിന്നെ ഉറപ്പാണല്ലോ. അങ്ങനെ കടൽ മച്ചാൻ എന്താക്കാണ്, ഈ വീഡിയോ ഫേക്ക് ആണ്, AI ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുത്തു. മാനം പോണ കേസാണല്ലോ. ഇങ്ങനൊരു വീഡിയോ പ്രചരിപ്പിക്കുമ്പോൾ അത് തന്റേതല്ല എന്ന് തെളിയിക്കേണ്ടത് മച്ചാന്റെ ആവശ്യമാണല്ലോ. ഈ വീഡിയോയെ പറ്റിയും കേസ് കൊടുത്തതിനെ പറ്റിയുമൊക്കെ സംസാരിച്ചുകൊണ്ട് മച്ചാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം. കുറേ ഫ്രണ്ട്സ് എൻ്റെ തുക്കുടുമണിയാണോ എന്ന് ചോദിച്ചിട്ട് ഒരു വീഡിയോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ്, അതെൻ്റെ തുക്കുടുമണിയല്ല. അതുകൊണ്ട് ആ തുക്കുടുമണിയും ആ ബോഡി ഉണ്ടാക്കിയ ആൾക്കെതിരെ ഞാൻ കേസ് കൊടുത്തിട്ട് വരുന്ന വഴിയാണ്. സോ തുക്കുടുമണി ഷെയർ ചെയ്തവർക്കെതിരെയും തുക്കുടുമണി ഉണ്ടാക്കിയ ആൾക്കെതിരെയും കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇന്ത്യൻ പീനൽ കോഡിലും നിയമവ്യവസ്ഥയിലും ഭാരതീയ സംഹിതയിലും നല്ല വിശ്വാസം. ഓക്കെ, അമ്മയും കൂട്ടിയാണ് മച്ചാൻ സ്റ്റേഷനിലേക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ പോയത്. അതിന്റെ ഫോട്ടോയും സ്റ്റോറിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. നന്ദി അമ്മ, യു ആർ മൈ റോൾ മോഡൽ എന്നൊക്കെയാണ് സ്റ്റേഷന് മുന്നിൽ അമ്മക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോക്കായി പുള്ളിക്കാരൻ ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഐ ട്രസ്റ്റ് ലോ, താങ്ക്സ് എന്നൊക്കെ പുള്ളിക്കാരൻ സ്റ്റോറിയിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ. അതിനുശേഷം തന്റെ ഭാഗം വിശദീകരിച്ചുകൊണ്ട് മച്ചാൻ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ഞാനത് വായിച്ചു തരാം. പലതവണ പലരും പല രീതിയിലും പല സ്ഥലങ്ങളിൽ നിന്നും പല രീതിയിൽ ഉപദ്രവിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ പ്രതികരിക്കാതെ ഇരുന്നത് മറ്റൊന്നും കൊണ്ടല്ല, ഞാനും അവർക്ക് തുല്യമാവും എന്ന് കരുതിയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ തുടങ്ങുകയാണ് പോരാട്ടം.
നിയമത്തിന്റെ വഴിയിൽ. പക്ഷേ ഈ പോരാട്ടത്തിൽ വിജയം എന്റെ ഒപ്പമായിരിക്കും. കാരണം തെറ്റ് ചെയ്യാത്ത എനിക്ക് ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എന്നെ ഇത്രയും നാൾ സ്നേഹിച്ച് വിശ്വസിച്ച് കൂടെ നിന്ന് എല്ലാവർക്കും ഞാൻ ഉറപ്പ് തരികയാണ്, ഈ ഉപദ്രവിച്ച ആളുകളുടെ നിയമത്തിന് മുന്നിൽ ഞാൻ നിങ്ങളുടെ മുന്നിലും ഞാൻ കൊണ്ടുവരും. അതിനുവേണ്ടി ഞാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കും എന്റെ അമ്മയ്ക്കും മാത്രം ബോധിപ്പിച്ചാൽ മതി. എനിക്ക് പോലീസ് ആൻഡ് സൈബർ സെല്ലിൽ നല്ല വിശ്വാസമുണ്ട്. എനിക്കെതിരെ AI നൂഡ് വീഡിയോ ക്രിയേറ്റ് ചെയ്ത ആളെ അറസ്റ്റ് ചെയ്യുകയും പ്രചരിപ്പിച്ചവർക്കെതിരെ നടപടിയെടുക്കാനും വേണ്ടി തെളിവ് സഹിതം പരാതി നൽകി നിയമത്തിന്റെ വഴിയിൽ ഞാൻ ഏതറ്റം വരെ പോകാനും ഇനി നമ്മുടെ സമൂഹത്തിൽ ഒരാൾക്കും എതിരെ ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയാണ് എന്റെ പോരാട്ടം. എന്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്ത് ഷെയർ ചെയ്ത് AI മെറ്റ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ സഹിതം ആണ് ഞാൻ കംപ്ലൈന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പോസ്റ്റിന്റെ ആദ്യ വരികളിൽ സ്വയം വെളുപ്പിച്ചെടുക്കാനുള്ള ശ്രമം മച്ചാൻ നടത്തുന്നുണ്ട്. അതായത് ഈ വീഡിയോ ലീക്കായ ഇഷ്യൂനെ കുറിച്ചല്ല കേട്ടോ. പലരും പല സ്ഥലത്തും പലതവണ ഉപദ്രവിച്ചിട്ട് മിണ്ടാതിരുന്നു. അപ്പോഴും മിണ്ടാതിരുന്നത് എന്നെ ഉപദ്രവിച്ചവരും ഞാനും തമ്മിൽ ഒരു വ്യത്യാസവും ഉണ്ടാവില്ലല്ലോ എന്ന് കരുതിയാണെന്നൊക്കെ ആശയം തുടക്കത്തിൽ പറയുന്നുണ്ടല്ലോ. ഈ വിഷയം വന്നപ്പോൾ ആശയം മൊത്തത്തിൽ അതിന്റെ ഇടയിൽ കൂടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അത് നടക്കൂല മോനെ, അതിന് നീ നിൽക്കണ്ട. നീ പണ്ട് ചെയ്ത തണ്ടിത്തരങ്ങളല്ല നിന്റെ ഇടയിൽ കൂടെ വെളുപ്പിച്ചെടുക്കാന്ന് വിചാരിക്കണ്ട. അതൊക്കെ നീ പണ്ടേ ക്ലിയർ ചെയ്യേണ്ട വിഷയമായിരുന്നു. അന്ന് മിണ്ടാതിരുന്നിട്ട് ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞു യാതൊരു കാര്യമില്ല. എന്തായാലും ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഈ വീഡിയോ AI ഉപയോഗിച്ചുണ്ടാക്കിയതാണെന്നുള്ളതാണ് മച്ചാന്റെ വാദം. അത് ഉണ്ടാക്കിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും ഒക്കെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എത്ര പേര് ആ വീഡിയോ കണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ കണ്ടവരിൽ പലരും അഭിപ്രായപ്പെട്ടത് ഇത് റിയൽ വീഡിയോ ആണ്, AI അല്ല എന്നുള്ളതാണ്. സത്യം പറയാലോ, എനിക്ക് ഇതിനെ കുറിച്ച് കൺഫേം ആയിട്ടൊരു അഭിപ്രായം പറയാൻ കഴിയുന്നില്ല. ഇത് AI അല്ല എന്ന് പറയുന്നവർ തന്റെ വാദത്തെ ജസ്റ്റിഫൈ ചെയ്യുന്ന കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ നല്ല ഒറിജിനാലിറ്റി ഉണ്ട്. ഇത്രയും പെർഫെക്ഷന് ഒരിക്കലും AI ഉപയോഗിച്ചുള്ള വീഡിയോക്ക് പറ്റില്ല എന്നൊക്കെയുള്ളതാണ്. പക്ഷെ എനിക്ക് അതിനോട് പൂർണ്ണമായി യോജിക്കാൻ കഴിയില്ല. കാരണം ഈ പറയുന്ന ആളുകൾക്ക് ഡീഫേക്ക് വീഡിയോസിനെ കുറിച്ച് വലിയ ധാരണ ഇല്ല എന്നുള്ളതാണ് തോന്നുന്നത്. ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു കാലത്ത് ഇന്ത്യ മൊത്തം ചർച്ച ചെയ്തൊരു വീഡിയോ ആണ് നമ്മളിപ്പോ കണ്ടത്. ആക്ട്രസ് രശ്മിക മന്ദാനയുടെ ഈ AI ഉപയോഗിച്ചിട്ടുള്ള ഡീഫേക്ക് വീഡിയോ എല്ലാവരെയും ഒരേപോലെ പേടിപ്പെടുത്തിയതാണ് അല്ലെ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു കടലാണ്. അത് അറിയുന്നവന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ അത് ഉപയോഗിച്ച് എന്തും ചെയ്യാൻ പറ്റും എന്ന രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങളുടെ പോക്ക്. ഒറിജിനൽ ഏതാ ഡ്യൂപ്ലിക്കേറ്റ് ഏതാന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ AI ഉപയോഗിച്ച് ഫോട്ടോസും വീഡിയോസും നിർമ്മിക്കാൻ പറ്റുന്ന സ്ഥിതിവിശേഷത്തിലേക്കാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ AI ഉപയോഗിച്ച് ഇത്രയും ഒറിജിനാലിറ്റി ഉള്ള വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന വാദത്തോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നാളെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെയും ഒക്കെ ഫേക്ക് വീഡിയോസ് ഇതുപോലെ പുറത്തിറങ്ങാൻ സാധ്യതയുണ്ട്. അത് ഫേക്ക് ആണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതാണ് AIയുടെ ഏറ്റവും വലിയ ഡേഞ്ചറുകളിൽ ഒന്നെന്ന് പറയുന്നത്. AIക്ക് ഇത്രയും വലിയ ഡേഞ്ചർ വശം ഉള്ളതുകൊണ്ട് തന്നെ ശക്തമായ നിയമങ്ങൾ കൊണ്ടുവന്ന് അതിനെ നിയന്ത്രിക്കാനുള്ള പരിപാടിയിലാണ് ലോകരാജ്യങ്ങൾ. സോ ഞാൻ പറഞ്ഞു വരുന്നത്, തന്റേതാണെന്ന് പറഞ്ഞ് പ്രചരിക്കുന്ന ആ വീഡിയോ AI ആണെന്ന് കടൽ മച്ചാൻ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ അതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ ഇനിയിപ്പോ അഥവാ ഇത് AI ജനറേറ്റഡ് അല്ല എന്ന് ഇരിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഇത് എങ്ങനെ ലീക്കായി എന്നതും പുറത്തു വരേണ്ടിയിരിക്കുന്നു. സ്വയംഭോഗം ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര വലിയ കുറ്റമൊന്നുമില്ലല്ലോ. ഈ വീഡിയോ കടൽ മച്ചാൻ തന്നെയാണ് എടുത്ത് പബ്ലിക് ആക്കിയതെങ്കിൽ ഓക്കെ, നമുക്ക് അതിൽ അവനെ കുറ്റം പറയാം. പക്ഷെ ഇനി വേറെ ആരോ ഇവരെ കരിവാരി തേക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെങ്കിൽ ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഇതിനിപ്പോ ഒറിജിനൽ ആണെങ്കിലും കടൽ മച്ചാൻ അത് അംഗീകരിക്കാനൊന്നും പോണില്ല. മാക്സിമം ഇത് ഫേക്ക് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അതല്ലാതെ വേറെ വഴിയില്ലല്ലോ. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇതൊരു ട്രോൾ മെറ്റീരിയൽ ആക്കാതിരിക്കുക എന്നുള്ളതാണ്. കടൽ മച്ചാൻ ഉടായ്പാണെന്ന് കരുതി അവനെ ഊക്കാൻ കിട്ടിയ അവസരമായി ഈ വീഡിയോ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. അത് ശരിയല്ല. അവൻ ഈ വീഡിയോ ഏതെങ്കിലും പെൺകുട്ടിക്ക് അവളുടെ സമ്മതം ഇല്ലാതെ അയച്ചു കൊടുത്തിട്ട് ആ പെൺകുട്ടി ഇവനെതിരെ സംസാരിക്കുകയും ഈ വീഡിയോ ലീക്കാക്കുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഇവനെ നമുക്ക് ഊക്കി വിടാമായിരുന്നു. അപ്പൊ പിന്നെ പോലീസിനും ഇവനെതിരെയാണ് കേസ് വരിക. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു സിനാരിയോ അല്ലല്ലോ. ഒന്നെങ്കിലും ഇവൻ പറയുന്ന പോലെ AI ജനറേറ്റഡ്, അതല്ലെങ്കിൽ ഇവൻ ആർക്കും അയച്ചു കൊടുത്തിട്ട് അവരത് ലീക്കാക്കി, അതുമല്ലെങ്കിൽ ഇവന്റെ ഫോൺ ആരോ ഹാക്ക് ചെയ്തു. പിന്നെ ഒരു സാധ്യത എന്ന് പറഞ്ഞത് ഏതെങ്കിലും ലൈവ് സ്ട്രീം പ്ലാറ്റ്ഫോമിൽ ഇവനിത് പെർഫോം ആക്കി ആരോ അതെടുത്ത് ലീക്കാക്കി. സംഭവം ഇതിൽ ഏതെങ്കിലും ആകാം. എന്തായാലും ഇതൊക്കെ എത്രത്തോളം സീരിയസ് ആയി പോലീസ് അന്വേഷിക്കുമെന്ന് കണ്ടറിയണം. പ്രത്യേകിച്ച് നമ്മുടെ സൈബർ സെല്ല് ഇങ്ങനെ മുമ്പ് പല പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട് മോർഫിംഗ് ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്ന സമയത്ത് പോലീസ് ഏത് രീതിയിലാണ് സമീപനം സ്വീകരിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. യാതൊരു നടപടി അവിടെ ഉണ്ടാവാറില്ല. അപ്പൊ പിന്നെ കടൽ മച്ചാന്റെ കാര്യം പറയണ്ടല്ലോ. എക്സ്പേർട്ട് ആയ ആളുകൾക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ ഒരു സംഗതിയാണിത്. സോ ഇത് അല്ലാന്നുണ്ടെങ്കിൽ മച്ചാന്റെ വാദം പെട്ടെന്ന് തന്നെ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. എന്തായാലും കണ്ടന്നെ അറിയാം. പക്ഷെ ഇതിങ്ങനെ മുങ്ങിപ്പോകാനാണ് സാധ്യത. മച്ചാനാണെങ്കിൽ തന്റെ ഭാഗം ക്ലിയർ ആണെന്ന് ആളുകളെ ബോധിപ്പിക്കാൻ വേണ്ടി കേസൊക്കെ കൊടുത്തു. പക്ഷെ ആ കേസൊക്കെ കൊടുത്തതിന് FIR കോപ്പി ഇതുവരെ കാണിച്ചിട്ടില്ല കേട്ടോ. അത് പിന്നെ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും മച്ചാൻ എന്നെ അറിയുന്നുണ്ടാകും ഈ കേസൊന്നും എവിടെയും എത്താൻ പോകുന്നില്ല എന്നുള്ളത്. സോ ഇത് അങ്ങനെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.